കൊല്ലം ശക്തികുളങ്ങരയിൽ യുവാക്കൾക്ക് വെട്ടേറ്റു. കരിപ്പുഴ സ്വദേശികളായ അനൂപ്, രാജേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിൽ. വിവരങ്ങളുമായി എം മനോജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? ബിനീഷ്, ഇന്ന് വൈകിട്ട് 3:45 കൂടിയാണ് ശക്തികുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ സംഘർഷത്തിലാണ് 2 യുവാക്കൾക്ക് വെട്ടേറ്റിട്ടുള്ളത്. കുരീപ്പുഴ സ്വദേശികളായ അനൂപ്, അതോടൊപ്പം തന്നെ രാജേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. അതായത് ഈ പാരിപ്പള്ളി മയ്യനാട് ഭാഗത്തു നിന്നുള്ള യുവാക്കളാണ് ഇവിടെ എത്തി ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതായത് ഈ വെട്ടേറ്റ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ വെട്ടേറ്റവരിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീട് ശക്തികുളങ്ങര പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് ഈ 5 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഈ 5 പേരുടെയും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. പോലീസ് എന്തായാലും ഇതിൽ മനോജ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ യുവാക്കളെ മറ്റുള്ളവർ വന്ന് വെട്ടിയത്? സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ഈ വെട്ടേറ്റിട്ടുള്ള ഒരാളുടെ ബന്ധു ഉൾപ്പെടെ ഈ പ്രതികളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട് എന്നുള്ളതാണ്. അത് കാരണം തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയതും 2 യുവാക്കൾക്ക് വെട്ടേറ്റുള്ളതും. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ കസ്റ്റഡിയിലുള്ള യുവാക്കളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരുടെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൊല്ലം ശക്തികുളങ്ങരയിൽ യുവാക്കൾക്ക് വെട്ടേറ്റു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കൊല്ലത്ത് നിന്ന് മനോജ് നൽകിയത്.